ഹായ്, ആരെങ്കിലും വന്നോ? സൂര്യകീർത്തി ജോയിൻറ്റ് ബൈ. ഹായ് ഹായ്. സുനീത്, ആർഷു, അസ്ന, അമേയ, ഹായ്. സേവ്യ, ഹായ്. സാഹി നസ്രീൻ, ഹായ്. ഷാരൻ, ഹായ്. ഐ എം പാർവതി, ഹായ്. ഷിജോ, ഹായ് ഹായ്. ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയ്യായിക ഉണ്ട്, വന്നിട്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ല. അതൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് വന്ന് നിൽക്കാന്നേ ഉള്ളൂ. ഒരു നല്ല ക്ഷീണം. ആരും ഒന്നും ചോദിക്കണില്ല, ഹലോ ആണ് പറയണത്. ഹായ് ഹായ്, എല്ലാവരോടും ഹായ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ഈ ഒരു സപ്പോർട്ടിന്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഇത്രയും ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടും എന്നുള്ളത്. ഐ എം സോ ഹാപ്പി. ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിജയമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണിത്, നിങ്ങളെല്ലാവരും തരുന്ന ഈ ഒരു സപ്പോർട്ട്. അഭിഷേക് അയച്ചിട്ടുണ്ട് ഹായ് ആൻഡ് സി ലോട്ട്സ് ഓഫ് ലവ് യു ലോട്ട്സ്. മോഹൻദാസ് ഫൈനലിൽ ഹായ് ചേച്ചി. കൊച്ചി എത്തിയോ? യെസ്, ഞാൻ ഇപ്പോൾ കൊച്ചിയിലാണ്, വീട്ടിലാണ്. ഞാൻ കാക്കനാട് താമസിക്കുന്നത്, കാക്കനാട് വീട്ടിലാണ്. ജയ, എന്തുണ്ട് വിശേഷം? സുഖമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. ഒരു വയ്യായികയുണ്ട്, ഒരു ക്ഷീണമുണ്ട് വന്നതിൻ്റെ. കുറേ ദിവസം ഹൗസിൽ നിന്നതിൻ്റെയും പിന്നെ ഒരേപോലത്തെ ഫുഡൊക്കെ അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടയർഡ്നെസ് ഉണ്ട്. യാത്ര മൊത്തത്തിൽ ഒരു വയ്യായികയുണ്ട്. ദുബായ്ക്ക് എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും വീട്ടിൽ വന്നിട്ട് ഞാൻ ഉമ്മാനെയും ബ്രദേഴ്സിനെയും സിസ്റ്ററിനെ കണ്ടിട്ടില്ല. സിസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നേ ഉള്ളൂ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അതൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഷാമിൽ, സാനു, അൻസി, ജോലിക്ക് കയറാറായോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നീതു, കയറാറായിട്ടില്ല. ഞാൻ കുറച്ചും കൂടെ ദിവസം വീട്ടിൽ നിന്നിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ ഡു യു മിസ് ഋഷി? ഉറപ്പായിട്ടും. ഷാമാസാണ് ചോദിച്ചത്. ഐ റിയലി മിസ് ഹിം. അവൻ അവിടെ ഒറ്റയ്ക്ക് അഭിയുണ്ട്, അതുകൊണ്ടൊരു സന്തോഷമുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് അവൻ ഋഷീനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഋഷി. ജെം ഓഫ് എ പേഴ്സൺ എന്ന് പറയാം. അവനങ്ങനെ ആരടുത്തും വിരോധവും ഇതൊന്നുമില്ല. ഭയങ്കര ഒരു കുട്ടികളുടെ മനസ്സുള്ള ഒരാളാണ് ഋഷി. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഋഷിയെ പഠിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട്. ജിൻറ്റപ്പനെ പറ്റി ചോദിക്കുന്നുണ്ട്. ജിൻറ്റപ്പൻ അടിപൊളി മനുഷ്യനാണ്, ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് ജിൻറ്റപ്പൻ. ഞാൻ എപ്പോഴും പറയാറില്ല എനിക്ക് ജിൻറ്റപ്പനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ജിൻറ്റപ്പൻ ശരിക്കും ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്, അടിപൊളി മനുഷ്യനാണ്. ചിപ്പി, മിസ് യു എലോട്ട്. താങ്ക് യു. ഇതൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. ഒരുപാട് സന്തോഷം നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നതിൽ. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ജിൻറ്റപ്പൻ ആർമി. ജിൻറ്റപ്പനെ കുറിച്ച് കണ്ടു. ജിൻറ്റപ്പൻ പൊളിയാണ്, സൂപ്പറാണ്. ജിൻറ്റപ്പൻ അവിടെ ഉള്ളതിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ്. ഞാനെപ്പോഴും പറയും ടോപ്പ് 5 ടോപ്പ് 3 ആയിട്ട് എൻ്റെ മനസ്സിലുള്ള ആളുകളാണ് ഋഷി, അഭിഷേക്, ജിൻറ്റപ്പനൊക്കെ. അപ്പോൾ ബാക്കി ആരാന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലുള്ളതാട്ടോ ഞാൻ പറയണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ജിൻറ്റപ്പൻ, അടിപൊളി മനുഷ്യനാണ്. ഋഷിനെ സപ്പോർട്ട് ചെയ്യില്ലേ? പിന്നെ ഉറപ്പായിട്ടും ഋഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഋഷിയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമോ? ഋഷിയെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഋഷി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ഋഷി ബിഗ് ബോസ് സീസൺ 6 ടൈറ്റിൽ വിന്നർ ആവണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമുണ്ട്. അത് നടക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഐ തിങ്ക് ദർ ഇസ് എ ബഗ് ഇൻ യുവർ സൗണ്ട് ചേച്ചി, സൗണ്ട് വേരിയേഷൻ വരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു വയ്യായിക ഒരു ഫീൽ ഉണ്ട്, ഒട്ടും വയ്യാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ടയേർഡ്നെസ്, എനിക്ക് തോന്നുന്നു ഉറങ്ങാത്തതിൻ്റെ ഒക്കെയാണ്. പിന്നെന്താ, ഇവരൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അയാസാണ് അവിടെ. അൻസിബായിരുന്നു, പക്ഷേ ജാസ്മിൻ ഓയ്യോ ഡാൻസ് സൂപ്പർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ. മിസ് യു അൻസിബ ചേച്ചി. അമ്മു അപ്പു 54 അയച്ചിരിക്കുന്നത്. മിസ് യു ടു. നിങ്ങളെല്ലാവരും മിസ് യു എന്ന് പറയുമ്പോൾ എനിക്കാണ് ഒരുപാട് അതിൽ ദുഃഖമുണ്ട്, എന്നാൽ ഒരു സന്തോഷമുണ്ട്. കാരണം എന്നെ നിങ്ങൾ മിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നല്ല. ഐ എം സോ ബ്ലെസ്ഡ്.
ടു ഹാവ് യുവർ ലവ്. കഴിച്ചോ ദിൽഷ? ഇല്ല, കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെന്താ, വീട്ടിലെപ്പോൾ എത്തി? അദീന, വീട്ടിൽ ഇതാ ഇന്നലെ എത്തി, രാത്രി എത്തിയത്. അപ്പോൾ രാത്രി 10:30 തോന്നുന്നു ഞാൻ കൊച്ചി എയർപോർട്ടിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു പിന്നെ വീട്ടുകാരോടൊക്കെ കുറേ നേരം സംസാരിച്ചു. എനിക്ക് തോന്നുന്നു രാവിലെ ഞാൻ ഉറങ്ങിയെന്ന് തോന്നുന്നു, 6 മണിക്ക് അങ്ങനെ ഇച്ചിരി നേരം ഉറങ്ങി. പിന്നെ ഒരു വീഡിയോ ഇട്ടു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും വേണ്ടി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നല്ല ടയർഡായി. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല വന്നിട്ട്. സുഖമാണ് കേട്ടോ. യു ഡോണ്ട് വെരി ചേച്ചി, യു ഡിഡ് ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നിഹാല, കപ്പടിക്കും വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. യു ആർ എ ഗുഡ് ആക്ടർ ആൻഡ് ഹൈലി ടാലൻറ്റഡ് ഗേൾ. അജിത്ത്, താങ്ക് യു അജിത്ത്. എനിക്ക് റിപ്ലൈ ഹൻസുത്ത, അയ്യോ പേര് വായിക്കാൻ വിട്ടുപോയി. അൺഫെയർ എവിക്ഷൻ. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ പറയണത്. പിന്നെന്താണ്, ഒരു ഹായ് തരൂ പ്ലീസ്. നിവു, ഹായ് നിവു. ഹായ് ഹവ് യു. ചേച്ചിയുടെ ദൃശ്യം സിനിമയിലെ അരവിന്ദ് ചേട്ടൻ്റെ ബോഡിയാണ്. അരവിന്ദല്ല, വരുണിൻ്റെ ബോഡി. അത് ജോർജ് കുട്ടിയോട് തന്നെ ചോദിക്കണം കേട്ടോ. ജോർജ് കുട്ടിക്കേ അറിയുള്ളൂ എവിടെയാണെന്നുള്ളത്. രാജൂസ് ഗുഡ് ഗെയിമർ. അൻസിത്ത, താങ്ക് യു സോ മച്ച്. ഞാൻ ഗെയിമൊന്നും കളിച്ചില്ല, പക്ഷേ ഗെയിമറാണെന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ബോൾഡ് നിവേദ്യ NP, താങ്ക് യു സോ മച്ച് നിവേദ്യ. ഐ ഹോപ്പ് യു ആർ ഓൾസോ വെരി ബോൾഡ്. ലവ് ഫ്രം ഹൈ റൈസ്. അൻഷിബ, ക്യാൻ യു പ്ലീസ് റീഡ് ദിസ്? ഹലോ ഹൻസു ഇത്ത. മീനൂസ്, ഹായ് മീനൂസ്. ഗെയിമർ വിത്ത് എ ക്വാളിറ്റി. താങ്ക് യു സോ മച്ച്. നബീൽ, ജിൻഡോപ്പൻ പൊളിയാ. ബേബിയിൽ നിങ്ങളുടെ ഡാൻസ് മിസ് ചെയ്യും. ഞാനും മിസ് ചെയ്യുന്നുണ്ട് ഡാൻസ്. മഹാലക്ഷ്മി, ഹായ് ഡിയർ അനുമോൾ ബൈ ഹായ് ഹവ് യു, ഹോപ്പ് യു ആർ ഫൈൻ. പിന്നെ വോട്ടില്ലാത്തതുകൊണ്ടല്ല പുറത്തായി, നമ്മളെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്ണു, താങ്ക് യു വിഷ്ണു, താങ്ക് യു. മീ ആൻഡ് മൈ ഫ്രണ്ട് ബിഗ് ഫാൻ ഓഫ് യു. താങ്ക് യു. ദേവി ചേച്ചി, അയ്യോ വായിക്കണതിൻ്റെ മുന്നേ തന്നെ സ്പീഡിൽ പോകട്ടോ. അതാണ് എനിക്ക് ഫുള്ള് വായിക്കാൻ പറ്റാത്തത്. സോറി കേട്ടോ ഫുള്ള് വായിക്കാത്തതിന്. അക്ഷര അലക്സ്, ഐ മിസ് യുവർ ഡാൻസ് ചേച്ചി. ഞാനും മിസ് ചെയ്യുന്നുണ്ട് ഡാൻസ്. നമുക്ക് പൊളിക്കാന്ന് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ. വിനീഷ് MP, വിഷസ് ഫ്രം ഡൽഹി. താങ്ക് യു സോ മച്ച് വിനീഷ്. ഞങ്ങളുടെ ജോർജ് കുട്ടിയുടെ മോളായതുകൊണ്ട് ഹൗ ആർ യു? ജോനി അഹമ്മദ്, ഐ എം സോ ഗുഡ്. അൻസിപ്പ ടോപ്പ് 5 വരേണ്ടത്, പക്ഷെ വായിക്കാൻ പറ്റിയില്ല. താങ്ക് യു. നിങ്ങൾ ഞാൻ ടോപ്പ് 5 വരേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ എന്നെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഡാൻസ് പൊളിയായിരുന്നു. അലിയ, താങ്ക് യു. ആര്യ, ചേച്ചിയുടെ ഡാൻസ് അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഷമീമ, സലാം. ഹായ് ഷമീമ, ഹവ് യു, ഹോപ്പ് യു ആർ ഫൈൻ. പിന്നെ ജയ്കുമാർ, ഹലോ ഡിയർ, മിസ് യു. ഇറ്റ്സ് ഉദയ് കുമാർ. ഹായ് ഉദയ്, ഹവ് യു. പിന്നെ മോർണിംഗ് ഡാൻസ് ഫാത്തിമ. താങ്ക് യു ഫാത്തിമ. ഹാരിസ് സ്റ്റീവ്, അൻസിബ കുറേ ലവ് ചിഹ്നം അയച്ചിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ജിൻഡോ ഋഷി, അൻസിബ മുസാഫിർ അയച്ചിരിക്കുക. താങ്ക് യു സോ മച്ച് കേട്ടോ. ജോസ്ന സിജോ, ഹായ് പറയൂ. ഹായ് ജോസ്ന, യു ഹാവ് എ ഗുഡ് ക്യാരക്ടർ. കാർത്തു, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അക്ഷയ ചേച്ചി, ഞങ്ങൾ വോട്ട് ചെയ്തതാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ, വിധി അങ്ങനെ. സൂപ്പർ ഡാൻസ് ഷിജിത്ത്. താങ്ക് യു സിജിത്ത്. ബ്ലൂ ഐസ്, ഹലോ ചേച്ചി ഒരു ഹായ് പറയൂ. ബ്ലൂ ഐസ്, ഹായ്. മുനീർ, ഹലോ മുത്തുമണി, എവിടെയാണ്? ഞാൻ അതാ വീട്ടിലാണ്. ജനാക്സ്, ലവ് ഫ്രം UK. താങ്ക് യു. ഹായ് ചേച്ചി. ശരത്. വിനോദ്, ഹായ് അൻസിബ. ഹായ് വിനോദ്. പിന്നെ അശ്വതി, ലവ് യു ടു. ഇറ്റ്സ് നിവേദ്യ ഡാൻസ് ലവ് ഒരു കിസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു.
നന്ദന ഹായ് പറയുമോ? ഹായ് നന്ദന, ഒരുപാട് വോട്ട് ചെയ്തു, താങ്ക് യു സോ മച്ച് കേട്ടോ. നെക്സ്റ്റ് മൂവി ഏതാ? നെക്സ്റ്റ് മൂവി ഞാനിപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബിവിയിൽ പോണതിൻ്റെ മുന്നേ ഞാൻ പോലീസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിലീസൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഋഷി കപ്പ് കൊണ്ടുപോകും, അങ്ങനെ ആവട്ടെ, അതാവും പൊന്നാവട്ടെ. ഷാനിദ് ബെനിസ് യു, താങ്ക് യു. റിൻഷാദ് ഹായ് അയച്ചിട്ടുണ്ട്, ഹായ് റിൻഷാദ്. അനുസ്മായ ഹലോ. മിന്നു സുരേഷ് ഒരു ഹായ് തരുമോ? മിന്നു ഹായ്, ഹവ് യു, സുഖാണോ? MC അബ്ദുൽ സലാം സുഖാണോ? സുഖാണ്. അബ്ദുൽ സലാമിന് സുഖാണോ? ഗുഡ് ക്യാരക്ടർ, കീപ് ഇറ്റ്. CK ദേവാനന്ദൻ, താങ്ക് യു ദേവാനന്ദ്. ജിൻഡോ ഫാൻ, ഫൈസൽ ഇമ്രാൻ. ജിൻഡോ ഫാൻ ആണല്ലേ? ജിൻഡോ ഫാൻ പൊളിയാ. ഹനീഫ ഹായ് അൻസിബ, ഹായ് ഹനീഫ. ഗെറ്റ് മാരീഡ് ഫോർ യുവർ അമ്മ. തേജസ്വി പറയാണ്, നോക്കാം. ക്വീൻ ലൈഫ് ചേച്ചി 9:30 ആകുന്നു. ബിഗ് ബോസ് ഇപ്പം തുടങ്ങും. മിസ്റ്റർ ലോയർ, യെസ്, പോയി കാണൂ. പിന്നെ സ്വീറ്റി ട്വീറ്റി ഹായ് അയച്ചിട്ടുണ്ട്, ഹായ് സ്വീറ്റി ട്വീറ്റി. ഔട്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഡ്രാഗൺ, ഞാനും വിചാരിച്ചില്ല, ഷോർട്ടായി പോയി, എന്ത് ചെയ്യാനാ. അബി വേങ്ങര, അൻസിബ ഒരു ലവ് ചിഹ്നൊക്കെ അയച്ചിട്ടുണ്ട്. ഹായ് അബി വേങ്ങര, ഹായ്, സുഖാണോ? ചേച്ചീനെ ഇനി എപ്പോൾ കാണാൻ പറ്റും? പാർവതി, അറിയില്ല, കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. മിനി രഞ്ജു, അഭിഷേകിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? അഭിഷേക് അടിപൊളിയാണ്, നല്ല ഗെയിമറാണ്, അതിലുപരി നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ്, വെരി ജെന്യുവൻ പേഴ്സൺ. ഗിരീഷ് ശ്യാമ ഹായ് ചേച്ചി, ഹായ് ഗിരീഷ്. റാഫ്മോ ബുല്യൻ ജോയിൻഡ്, ഹായ് റാഫ്മോ ബുല്യൻ, ഹായ്, ഹവ് യു, ഹോപ്പ് യു ആർ ഓൾ ഫൈൻ. ഇന്ന് ബിഗ് ബോസ് കാണുമോ ചേച്ചി? തീർത്ത, എനിക്ക് കാണാനെന്നുള്ളൊരു ഹെൽത്ത് ഇല്ല കേട്ടോ, സത്യം പറഞ്ഞതപ്പം നിങ്ങളടുത്ത് സംസാരിക്കുന്നതന്നെ ഒരു വയ്യായി കണ്ട്, ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാത്തതിൻ്റെ. ചിലപ്പോൾ കാണും, പക്ഷേ ഇന്ന് കാണാൻ സാധ്യതയില്ല. ഞാനിപ്പം ഇത് നമ്മുടെ ലൈവ് കഴിഞ്ഞ് കുറച്ച് നേരം പോയത് കിടക്കും. പിന്നെ ഋഷിയുടെ വിഷമമൊക്കെ മാറിക്കാണോ? ഋഷിയുടെ വിഷമം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവന് ഭയങ്കര വിഷമമായിന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്തിട്ട് ആ വിഷമം മാറ്റണം എന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് കേട്ടോ. അൻസി ബ്രദർ എവിടെ? പ്രവി പുറത്താണ്, എത്തിയിട്ടില്ല. പ്രജി, അൻസിബ, അഭിഷേക്, ജിൻഡു, ഋഷി കോമ്പോ പൊളിയായിരുന്നു. നിങ്ങളുടെ കോൺവെർസേഷൻ ചേച്ചി, ഞാനത് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര രസമുള്ള കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ കുറേ കമൻസൊക്കെ കണ്ടു, പരദൂഷണം അത് ഇതെന്നൊക്കെ. ഞാനെന്താ പറയണ്ടേ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുമില്ല. കാണുമ്പോൾ വിഷമമുണ്ട്. ഞാനെപ്പോഴും പറയുന്ന പോലെ, ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ ഞാൻ നെഞ്ചും വിരിച്ച് പറയും ഞാൻ ചെയ്തതാണെന്ന്. അതെന്ത് ചെയ്താലും ചെയ്യാത്ത കാര്യം പറയുന്നതാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളതും അല്ലെങ്കിൽ വിഷമം വരുന്ന കാര്യം. അപ്പോൾ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ പറയുന്ന ആൾക്കാരെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യാനാ. പറയട്ടെ എന്ന് വയ്ക്കണം. അബി വെങ്ങര, അൻസി അബി ഫ്രം ദുബായ്, ഹായ് അബി, ഹവ് യു, ഹോപ്പ് യു ഫൈൻ. ചേച്ചി ഇപ്പോൾ എവിടെയാ? ജെനി, ഞാനിപ്പോൾ ഇതാ വീട്ടിലാണ്, കൊച്ചിയിലാണുള്ളത്. നേഹ വിയൻ, അൻസിബ ചേച്ചി എന്ന് അയച്ചിട്ടുണ്ട്, ഹായ് നേഹ. ഉമ്മ ഹാപ്പിയാണോ? ഗോപിക, ഉമ്മ ഹാപ്പിയാണ് കേട്ടോ. ഉമ്മ എന്ത് പറയുന്നു? അൻസി ലവ് യു അൻസിക്കുട്ടി, ഉമ്മ സുഖമായിട്ടിരിക്കണം. ചേച്ചിയുടെ ഹായ്. നീരജ, ഹായ് നീരജ. കല്ലായി ഉണ്ടോ അഭിഷേക്? ഇല്ല കല്ലായിലല്ല, ഞാൻ ഇപ്പം കൊച്ചിയിലാട്ടോ. ഡാൻസ് പൊളിയാണ് നിലു, താങ്ക് യു സോ മച്ച്. 1 വീക്ക് എന്ന് കരുതി തന്ന അൻസി, ഇത്രയും ദിവസം ഒത്തിരി പേര് സപ്പോർട്ട് ഉണ്ടാകുന്നത് ചേച്ചിയുടെ വിജയം തന്നെയല്ല. സത്യമായിട്ടും വിജയമാണ്. എഴുതിയ ആളുടെ പേര് വായിക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി. ചേച്ചി പൊളിയായിരുന്നു, റിയൽ ഗെയിമർ. ജാൻസി, താങ്ക് യു ജാൻസി, താങ്ക് യു സോ മച്ച്. ഹായ് അൻസി, മിസ്റ്റർ സുധി എഫ്രോഡ് റൈഡർ, ഹായ് സുധി. ഔട്ടാവുമെന്ന് ഇത്ര പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും എവിക്ഷനിൽ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ പോകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വിഷമമില്ലാതെ നിന്നത്. കാരണം അവിടെ എല്ലാവരും ഞാൻ അത്ര പെർഫോമൻസ് പോരാ അല്ലെങ്കിൽ ഗെയിമറല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറയാറുണ്ട്, ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ട്.
അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്കൽ ടാസ്ക് ഞാൻ അവരുടെ അടുത്തും പറയാറുണ്ട്, അവരുടെ ഇത്രയും ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളൊന്നും അല്ല ഞാൻ വേണമെന്ന് വെച്ചാൽ ചെയ്യാത്തതുമല്ല, ചെയ്യാൻ പറ്റണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ അത് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്സര എവിക്ഷൻ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്ത്, ബട്ട് അൻസി എവിക്ഷൻ ഷോക്കിംഗ് അൺഫെയർ. നിങ്ങൾ എൻ്റെ എവിക്ഷൻ അൺഫെയർ എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ പറയണത്. ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്. വിച്ച് ലിപ്സ്റ്റിക് ലുക്സ് ഗുഡ്? ഇത് ഏതിൻ്റെ ആയിരുന്നു? ലോറിയൽഡ് റെഡ്. സാരമില്ല മിസ്റ്റർ ശ്രുതി, ഇത്രയും പിടിച്ച് നിന്നല്ലോ, അതാണ് വിജയം. താങ്ക് യു. ഞാനും അതന്നെ വിചാരിക്കണം, ഞാൻ ഇത്രയും നിന്നല്ലോ. കാരണം ഞാൻ 2 ആഴ്ച മാക്സിമം നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് പോയതാ. പഠിച്ചോ സഹായിച്ച് ഇത്രയും നിൽക്കാൻ പറ്റി, ഒരു ഭാഗ്യം. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ ഇന്നാവണം എന്നുള്ളത്. കാരണം എല്ലാവരും പറയും മനസ്സിപ്പം എങ്ങനെ ഇന്നാവണം. അപ്പം ഞാനും എനിക്കുണ്ടായിരുന്നു ആ ഒരു ക്യൂരിയോസിറ്റി. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തോണ്ടാ. താങ്ക് യു. ഹായ് പറയുമോ പ്ലീസ്? പ്രീതി ഏഞ്ചൽ. ഹായ് പ്രീതി. ഋഷീനെ സപ്പോർട്ട് ചെയ്യുമോ ശ്രേയ? പിന്നെ ഋഷീനെ സപ്പോർട്ട് ചെയ്യാതെ? ഋഷീനല്ല ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഋഷിയെ തന്നെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ആര്യ മോഹൻസ്. ഉമ്മ ഹാപ്പിയല്ല? ഉമ്മ ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. യു ഓൺ ആ ഹാർട്ട്സ് ലവ് ഫ്രം ലക്ഷദ്വീപ്. താങ്ക് യു. ലക്ഷദ്വീപിലുള്ളവർക്ക് ഒരുപാട് നന്ദി കേട്ടോ. ഹലോ അൻസിബാത്ത, നിങ്ങളുടെ വീട് എവിടാണ്? അഫില. ശരിക്കും കോഴിക്കോടാണ്, ഇപ്പോൾ കൊച്ചിയിലാണ്. അൻസി ഒന്നും വിചാരിക്കരുത്, ജിൻഡോ എടുക്കും. ഹനീഫ. ജിൻഡോയും ഒരു ഡിസേർവിങ് പേഴ്സൺ ആണ്. ഞാൻ ഒരിക്കലും ജിൻഡോ ഡിസേർവിങ് പേഴ്സൺ അല്ല എന്ന് പറയേയില്ല. ഞാൻ പറയാറില്ല, ജിൻഡോ അവിടെ എപ്പോഴും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. ജിൻഡോ കപ്പടിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ്. ഋഷിയും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ആർക്കാണ് കപ്പ് കൊടുക്കേണ്ടതെന്നുള്ളത്. അവരുടെ കയ്യിലെത്തിക്കുക എൻ്റെ ആഗ്രഹം. ഋഷി കപ്പ് എടുക്കണമെന്നുണ്ട്. The last 2 weeks your performance is awesome, Prijo. Thank you, Prijo. വയനാടൻ അൻസിബ സാരല്ലേ പോട്ടെ. താങ്ക് യു. ഋഷി എൻ്റെ അടുത്ത് പറയണവരുണ്ട്, സാരല്ലടി പോട്ടെ. ഞാൻ ഓരോന്ന് വിഷമിച്ച് പറയും, വേണം ഒരു ഗെയിമെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു അതൊക്കെ പറയുമ്പോൾ അവൻ്റെ അടുത്ത് പറയും സാരല്ലടി പോട്ടെ എന്നൊക്കെ. അതുപോലെ നിങ്ങളും എൻ്റെ അടുത്ത് പറയണുണ്ട്. ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ പറയണതിൽ. എൻ്റെ സൗണ്ട് ഇച്ചിരി ഇങ്ങനെ ഒരു എനർജി ഇല്ലാത്തതുകൊണ്ടൊന്നും വിചാരിക്കല്ല കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ആക്ച്വലി. അതുകൊണ്ടാണ് ഇത്രയും ടയർഡ്നെസ്. ഞാൻ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് വന്നതാണ് സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത്. പിന്നെ ബിഗ് ബോസിൽ പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ഐ ഷാഡോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓരോ സമയത്ത് ഇങ്ങനെ നമ്മൾ വിചാരിക്കും നല്ലതാണെന്ന്, പക്ഷെ നമുക്ക് അത് തെറ്റാണെന്ന് പറഞ്ഞിരുമ്പോൾ കൺഫ്യൂഷൻ ആവാറുണ്ടായിരുന്നു. അത് തെറ്റായിരുന്നോ എന്നൊക്കെയുള്ള തോന്നൽ എനിക്കുണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും വന്നിട്ട് ഞാൻ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഉള്ള കുറേ റീൽസൊക്കെയാണ് കണ്ടത്. ഇനി വേണം ഒന്ന് ഫ്രീ ആയിട്ടെല്ലാം കാണാൻ. പക്ഷെ അതെപ്പോഴാണ് കാണാൻ പോകണമെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ടയർഡ്നെസ്സൊക്കെ ഒന്ന് മാറട്ടെ. ചേച്ചി ലവ് യു നീരജ. ലവ് യു ടു. ചേച്ചി സൂപ്പറാണ് പ്രീതി. താങ്ക് യു സോ മച്ച്. ഹരിത ഒരുപാട് മിസ് ചെയ്യുന്നു. താങ്ക് യു ഹരിത. ചേച്ചിയുടെ വോയിസ് സൂപ്പറാണ് പത്തു. താങ്ക് യു. ദുബായിൽ വന്നോ? ഇല്ല, വന്നിട്ടില്ല കേട്ടോ. ദുബായിലേക്ക് ഞാൻ വീട്ടിലെത്തിയുള്ളൂ. ഇവിടെ കുറച്ച് ദിവസമൊക്കെ നിന്ന് ഒന്ന് ഹാപ്പിയായി, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഞാൻ ജോലിക്ക് തിരിച്ചു കയറുള്ളൂ. ചേച്ചി എന്താണ് ഫൈനൽ എപ്പിസോഡ്? എനിക്ക് തോന്നുന്നത് ജൂൺ 17 തോന്നുന്നു. സ്മൈൽ ഗിഫ്റ്റ്. താങ്ക് യു. സജിന സച്ചു. താങ്ക് യു സജിന. പ്രിയ യു ആർ എ ജെം. താങ്ക് യു. ആൻഡ് ഐ ഹോപ്പ് യു ടു.
ചേച്ചി സൂപ്പറാ. സൽമ അബൂബക്കർ, താങ്ക് യു സൽമ, ഒരുപാട് സന്തോഷം കേട്ടോ. അഭിഷേക് സപ്പോർട്ട്, ഓക്കേ. അഭിഷേക് നല്ല കണ്ടസ്റ്റൻ്റ് ആയിട്ട്, നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ്. മുടിയൻ ഓൺ ഫയർ. മുടിയൻ ഭയങ്കര ഫയറിലാണ്. അവൻ നോമിനേഷനൊക്കെ ചെയ്യുന്നത് കണ്ട് ഞാൻ തന്നെ കോരിത്തരിച്ച് ഞാൻ അതിൻ്റെ ക്ലിപ്പ് കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ശരിക്കും നന്നായിട്ട് ഗെയിം കളിക്കുന്ന, നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യുന്ന ആളാണ്. അവൻ്റെ ഇന്നസെൻസാണ്. അതിപ്പോൾ ഗെയിമിന് വേണ്ടി അവൻ്റെ ഇന്നസെൻസ് അവന് കളയാൻ പറ്റില്ലല്ലോ. അത് അവൻ്റെ ക്യാരക്ടറിലുള്ളതാണ് അവൻ്റെ ഇന്നസെൻസ്. ആ ഇന്നസെൻസും വെച്ച് അവൻ അവിടെ ഇത്രയും ദിവസം നിന്നെങ്കിൽ അത് ഋഷിയുടെ കഴിവ് തന്നെയാണ്. നിങ്ങളെല്ലാവരും അവന് കൊടുത്ത സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് എപ്പോഴും കൊടുക്കുക. എൻ്റെ നെയിം പറ. അനു എക്സ്. എൻ്റെ വീട്ടിൽ അനു നാട്ട് വിളിക്കാനു. ഋഷി സൂപ്പർ. ആർമസിയ. ഋഷി സൂപ്പറാണ്, പറയാനുണ്ടോ? IS ജിൻഡോയും അടിപൊളിയാണ്. മിസ്റ്റർ യുവർ വോയിസ് ഡാ മേക്ക് ഓവർ ബൈ രഹ്ന. എല്ലാം ശരിയാവും. സെബാൻ മുജീബ്. മുടിയൻ ഫയർ. സത്യമാണ്, അവൻ ഭയങ്കര ഫയറായിട്ടുണ്ടാവും. നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അവനെ ഇനി ഒരു 3 ആഴ്ചയും കൂടെ ഉള്ളു. എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യണം. വി വിൽ സപ്പോർട്ട് ഋഷി ഫോർ യു. താങ്ക് യു സുനീത്. താങ്ക് യു. യു ഹാവ് വെരി ഗുഡ് ക്യാരക്ടേഴ്സ്. ശ്രീ കവിത ലക്ഷ്മി. താങ്ക് യു ശ്രീ കവിത. അൻസിത ഒരു ഹായ്. ഭഗത് അൻസി ഋഷി. താങ്ക് യു. ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു? സയന മീനു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റുന്നവരുണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ടാസ്ക്കായിരുന്നു. ഹിമാലയൻ ടാസ്ക്കായിരുന്നു. ഭയങ്കര ടാസ്ക്കായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ചേച്ചി എൻ്റെ പേര് പറയൂ. റിയാക്സ് നൗഷാദ്. ഹായ് റിയാക്സ്. എല്ലാവിധ നന്മകളും നേരുന്നു. രാജീവ്. താങ്ക് യു. ജയപ്രസാദ്. ദിൽസെ 90.8. എപ്പോഴാണ് പോവും? ഇജ്ജ് ബിഗ് ബോസിന് മഹത്തായ ബാക്കി എഴുതിയില്ല. ഇർഫാൻ. ശരി, ഞങ്ങൾ സപ്പോർട്ട് എന്തൊക്കെയാ? അയ്യോ, സപ്പോർട്ട് കൊടുക്കണം ഋഷിക്ക്. പ്ലീസ് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഭാനുകൃഷ്ണ. മൈൻഡ് ഗെയിമർ എന്ന് എഴുതിയിട്ടുണ്ട്. താങ്ക് യു. CID മൂസയിലെ പോലെ ആയതാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ഞാൻ അവിടെ നിന്ന് പറയാറുണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. അപ്പോൾ അതൊരു മൈൻഡ് ഗെയിമറായിട്ട് നിങ്ങൾ എടുക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അമിന. ഹായ് അൻസിത്ത എന്ന് പറഞ്ഞിട്ട് ഹായ് അമിന. ഒരു ഹായ് പറയാമോ? ഷബഹാരി. അലീന ജോയ്ഡ്. ഹായ് അലീന കുട്ടി, സുഖമാണോ? ഹവ് യു? ക്ലാസ്സൊക്കെ എങ്ങനെ പോകണോ? നന്നായിട്ട് പഠിക്കണോ? ബീം. മോർണിംഗ് ഡാൻസ് അടിപൊളി. താങ്ക് യു സോ മച്ച്. മിസ് യു ചേച്ചി. ശ്രീ മോളൂസ്. താങ്ക് യു ശ്രീ. ഇജ്ജ് ബിഗ് ബോസ് പുറത്തായ ഇർഫാൻ. പിന്നെ പുറത്തായില്ല, അതുകൊണ്ടല്ലോ ഇപ്പം ഞാൻ അതാ വീട്ടിലിരിക്കുന്നത്. മലപ്പുറത്ത് ഞങ്ങളുടെ നാട്ടിൽ താമസിച്ചിരുന്നില്ല. മലപ്പുറത്തുണ്ടായിരുന്നു ഞാൻ. എൻ്റെ ഉപ്പാൻ്റെ നാട് മലപ്പുറമാണ്. ജാസ്മിനെ ഹഗ് ചെയ്തില്ലല്ലോ പുറത്ത് വരുമ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരെയും ഹഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ പലരെയും ഹഗ് ചെയ്തിട്ടുണ്ട്, കവിളിലൊരു ഉമ്മ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരെയും ഹഗ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ജാസ്മിനെ ഹഗ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ലൈവിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയണത്. ഞാൻ എല്ലാവരുടെ അടുത്തും പോവുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഞങ്ങളുടെ മുറിയില്ലേ, പീപ്പിൾസ് റൂം, അതിനകത്ത് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ എല്ലാവരെയും ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഋഷിക്കും കൊടുത്തു, അർജുൻ്റെ കവിളിലൊരുമ്പ കൊടുത്തു, നന്ദനയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എല്ലാവരും ഞാൻ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അത് ലൈവിൽ കട്ടായി പോയതായിരിക്കും, എഡിറ്റഡ് വേർഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാട്ടോ എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത്. തെറ്റിദ്ധരിക്കേണ്ട, ഞാനങ്ങനെ പറയാതെ ഇറങ്ങില്ല. അത്രയും ദിവസം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരുമിച്ച് നിന്ന ആൾക്കാരല്ലേ, പറയാതെ എങ്ങനെ ഇറങ്ങും? അതായത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ അവർ ഞാൻ ഇറങ്ങുമ്പോൾ ചോദിച്ചു നോക്കും, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ ഹഗ് ചെയ്തിട്ടല്ലേ ഇറങ്ങിയെന്ന്. ഞാൻ അങ്ങനെ ചെയ്യാതെ പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലായിടത്തും പറഞ്ഞിട്ട് ഹഗ് ചെയ്തിട്ടൊക്കെ തന്നെ ഇറങ്ങിയ. അൻസിബ വേങ്ങര ഉള്ളതായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, വേങ്ങര ഉണ്ടായിരുന്നു. ഹായ് പറയൂ പ്ലീസ് ചേച്ചി. നിത്യ. ഹായ് നിത്യ. അൻസിബ യുവർ ഗ്രേറ്റ് കണ്ടസ്റ്റന്റ്. എവിക്ഷൻ വാസ് അൺഫെയർ. സിബിൻ.
നിങ്ങളങ്ങനെ എന്നെ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഒരുപാട് ഒരുപാട് സന്തോഷം. ഒരു ഹായ് പറയോ ഏഞ്ചലിക്. ഹായ് ഏഞ്ചലിക് റാത്ത 2. പേരിങ്ങനെയൊക്കെ ഓരോന്നിടുമ്പം വായിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ജസ്ന ഹായ്. സന്ദീപ് കൃഷ്ണൻ ഹായ്. ഹിബത്ത് റഹ്മാൻ, ഹന യുവർ ക്ലാസി ലേഡി പ്രവി. ആ ഒരു ടൈറ്റിൽ എനിക്ക് ശരിക്കും ഇഷ്ടമായി കേട്ടോ. കുറേ കമൻസ് ഞാൻ കണ്ടു ക്ലാസി ലേഡി എന്ന് പറഞ്ഞിട്ട്. ഇതിനേക്കാളും വലിയ ട്രോഫി എനിക്ക് എന്താ നിങ്ങളിനി തരാനുള്ളത്? ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് തരാവുന്നൊരു വലിയ ഓണറാണത്. ഒരു വലിയ പദവിയാണത്. വലിയ അംഗീകാരമാണ് ക്ലാസി ലേഡി എന്നൊക്കെ പറയുന്നത്. താങ്ക് യു. ഒരുപാട് ഒരുപാട് നന്ദി. മാരേജ് പ്രപ്പോസൽ വന്നു ജീവൻ കേദാസ്. ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ചേച്ചി എന്നോട് പറ ഐ ലവ് യു എന്നോ. അതാരാ? ഐ ലവ് യു. ലവ് യു ടു. എല്ലാവരോടും ലവ് ഉണ്ട്. ലവ് യു ലോഡ് സിത്ത നാഫിയ. ലവ് യു ടു നാഫിയ. സ്പോക്കി കിട്ട് ഇങ്ങനെ ചിരി അയച്ചിട്ടുണ്ട്. ഹായ് സ്പോക്കി കിട്ട്. ഒരു ഹായ് ദാറ്റ് അപ്പ് സ്നേഹാസനോ. ഹായ് സ്നേഹ. ഹായ് തരുമ്പോൾ ചേച്ചി ഹിബ. ഹായ് ഹായ് ഹായ്. കാരണം ഇപ്പം എനിക്ക് കുറച്ച് എനർജി കയറി കേട്ടോ. ഒരു വയ്യാണ്ടല്ലേ ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ അത്യാവശ്യം എനർജി കയറി. താങ്ക് യു താങ്ക് യു. പുറത്തായ ബിഗ് ബോസിൽ നിന്ന് ഇർഫാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുറത്തായി. അതല്ല ഞാൻ വീട്ടിലിരിക്കണേ. സിനിമയിലൊക്കെ നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ ജസ്ലിൻ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് അഭിനയിക്കാൻ പറ്റണമെന്ന്. അഭിനയിക്കാൻ പറ്റട്ടെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടിൽ. വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ്? ബഷീർ. അടുത്ത പ്രോജക്റ്റ് അങ്ങനെ ഞാൻ സെക്കൻഡ് ആരോ അനിയനായിരിക്കും. അമ്മ ലൈവിലാണ് ഞാൻ. സൗണ്ട് 5 സീസൺ വ്യക്തിത്വത്തിനുടമ. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അത് എഴുതിയ ആളാരാന്ന് പേര് വായിക്കാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ ഗോകുൽ വി ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. വെയിറ്റിംഗ് ഫോർ ദൃശ്യം 3 ചേസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അൻസിബാനെ. ഹിബത്ത് റഹ്മാൻ. താങ്ക് യു ഹിബത്ത്. ഓഡിയൻസ് പുറത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും അൻസിബ അവിടെ പറഞ്ഞതാണ് ഏറ്റവും വലിയ പോയിന്റ്. താങ്ക് യു. ദൃശ്യമിലെ പോലത്തെ നല്ല ക്യാരക്ടേഴ്സ് എക്സ്പെക്ട് ചെയ്തു. ഉമ്മാനെ വിളിക്കുക ലൈവിക്ക്. ഓടി ഞാൻ ലൈവാണെന്ന് പറഞ്ഞു ഉടനെ. എല്ലാവർക്കും ഹായ്. എനിക്കൊരു ഹലോ കുഞ്ഞിക്കാസ്. ഹലോ അല്ലാഹുവേ മുത്ത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം സുബൈദത്ത. മിസ് യു അൻസി. ഞാൻ നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാനിപ്പം അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനാ, ഇവിടെ ആയിപ്പോയി. അൻസിബ പോയോണ്ട് ബേബി കാണില്ല. നന്ദന കാണണം കേട്ടോ, കാണണം. ഇനി ഒരുപാട് കണ്ടസ്റ്റൻസ് അവിടെ അല്ലേ, കാണും. ഞാൻ ഒരു 3 ആഴ്ചയും കൂടെ ഉള്ളൂ. അൻസിൻ്റെ ബ്രദർ സൂപ്പറാ പ്രവി. ഞാൻ അറിഞ്ഞു ബ്രദറിന് അത്യാവശ്യം കുറേ ഗേൾസ് ഫാൻസൊക്കെ ആയി. അനിയത്തി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നോക്കട്ടെ. ബീനു ഫുഡ് കഴിച്ചോ? ഷബാന അനീസ്. യെസ് ഷബാന. ഹായ് ഷബാന, സുഖമാണോ? ചേച്ചിയുടെ ഉമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. എൻ്റെ ഉമ്മ ഭയങ്കര പാവമാണ്, ഭയങ്കര എല്ലാവരെയും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഉമ്മ ഫാമിലി റൗണ്ടിൽ ഹൗസിലേക്ക് വന്നപ്പോഴും എല്ലാവരുടെ അടുത്തും സ്നേഹമായിരുന്നു. അപ്പോൾ ഞാനും ജാസ്മിനൊക്കെ ആയിരുന്നു അതിനകത്ത് ഏറ്റവും. ഞാൻ ജാസ്മിനായിട്ടായിരുന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉമ്മ വന്നിട്ട് ജാസ്മിനെയൊക്കെ ഹഗ് ചെയ്തു. അപ്പോൾ അതെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ അങ്ങനെയാണ്. ഉമ്മക്ക് അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ അറിയുള്ളൂ. ഉമ്മയാണ് എല്ലാം വിട്ടു കൊടുക്കണതാണ് നല്ലതെന്ന് എപ്പോഴും പറയും. വിട്ടു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് വിട്ടു കൊടുത്താൽ നല്ലതായിരിക്കുന്നു. അപ്പോൾ ഉമ്മ അവിടെ വന്നിട്ട് അങ്ങനെ ചെയ്തപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. ഉമ്മ അങ്ങനെ ആരോടും ദേഷ്യമോ വാശിയോ ഒന്നും വെക്കുന്ന ആളല്ല. എനിക്ക് പക്ഷേ ദേഷ്യം വന്നാൽ കുറച്ച് ടൈം എടുക്കും പോകാൻ കേട്ടോ. ഉമ്മ പെട്ടെന്ന് ദേഷ്യമൊക്കെ മറക്കണ ആളാണ്, അതുകൊണ്ടായിരിക്കും.
അപ്പം ജാസ്മിനും ഞാനും അങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴും ഞാൻ ഒരുപാട് വിഷമിച്ചപ്പോൾ ഉമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അതൊക്കെ അവിടെ വന്ന് മറന്ന്, അത് കംപ്ലീറ്റ്ലി മറന്നിട്ട് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ കണ്ടു. അത് എൻ്റെ ഉമ്മാൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. അത് അത്രയും ക്വാളിറ്റി ഉള്ളൊരു ഉമ്മാനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ അയ്യോ ആരാഴ്ചയാണോ ചേച്ചി മിസ് യു. അൻസിബയുടെ അഭിപ്രായത്തിൽ ആരാകും വിന്നർ? ആരാകും വിന്നർ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഋഷി കപ്പടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ജിൻ്റപ്പനും ഡിസേർവിങ് ആണ് ഉറപ്പായിട്ടും. ഞാൻ എൻ്റെ ആഗ്രഹം പറയാണ്. അപ്പോൾ ഡിസേർവിങ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുക. ഋഷിക്ക് എന്തായാലും വോട്ട് ചെയ്യണം എല്ലാവരും. I am Jibin, love you and see. ഋഷി കപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ചെറിയ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ദുബായിൽ RJ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ബിഗ് ബോസിൽ വന്നത്. ഇനി തിരിച്ച് ജോലിക്ക് കയറണം. ഋഷി അൻസിബ അടിപൊളി. അശ്വിൻ താങ്ക് യു സോ മച്ച്. ബിഗ് ബോസ് കാണുന്നില്ലേ? ഇല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ലൈവിൽ സംസാരിക്കുക, നിങ്ങളുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടിയത് തന്നെ ബിഗ് ബോസ് കാരണമാണ്. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും. ഒരുപാട് നന്ദി. എൻ്റെ പേര് വിളിക്കൂ പ്ലീസ് ചേച്ചി. റിസ്ദാൻ അനീഷ്. ഹായ് റിസ്ദാൻ. ചേച്ചി ഒരു ഹായ് പറയോ? ഹായ് ഏഞ്ചൽ റോസ്. റിയ ഹായ് ഡിയർ ഫ്രം ബഹ്റൈൻ. റസി ഞാൻ ബീബി കാണാൻ നിർത്തി. വീട്ടിൽ ബീബി ബാക്കിയുള്ളവർ കാണുന്നുണ്ട്. കാണൂ. ഇനിയിപ്പോൾ 10 പേരും കൂടെ അല്ലേ ഉള്ളൂ, 3 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. കാണൂ, വിജയിപ്പിക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷോ അല്ലേ. നമിത പ്യുവർ ഹാർട്ടഡ് അൻസിത്ത യു ആർ ദ റിയൽ വിന്നർ. താങ്ക് യു. അത് നിങ്ങൾ തരുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഞാൻ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. ചേച്ചി ഒരു ഹായ് തരൂ. കാറ്റ്വിൽ. ഹായ് കാറ്റ്വിൽ. രാഹുൽ അൻസിബ ക്യാരക്ടർ സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഋഷി അൻസിബ കോംബോ നൈസ്. താങ്ക് യു. മൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിൽ നിന്നാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി ഉണ്ടായിട്ടുള്ള ഒരു സ്നേഹമാണ്. എനിക്ക് ശരിക്കും എൻ്റെ അനിയൻ തന്നെയാണ് കേട്ടോ ഋഷി. എപ്പോഴും പറയാറില്ല, എനിക്ക് 3 അനിയന്മാരാണ്. ഒരനിയനും കൂടി 4 അനിയന്മാർ. വോട്ടിംഗ് അടിസ്ഥാനത്തിലല്ല അവിടെ പുറത്താക്കുന്നത്. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. അൻസിബ ഋഷി ഏഞ്ചലിക്ക് എഴുതിയിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. അനിയൻ ഫാൻസ് കമോൺ. റെജീന സുമേഷ് ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയൻ അസീബിന് ഭയങ്കര ഫാൻസ് ആയിട്ടുണ്ട്. അത് ഗേൾസ് കുറച്ച് ഫാൻസ് ഉണ്ട്. ഭയങ്കര ഫാൻസ് ആണ്, ഗേൾസ് ഫാൻസാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ കമൻ്റൊക്കെ വന്നു പറഞ്ഞു അൻസിബ ബിഗ് ബോസിൽ വരണ്ടായിരുന്നു, അനിയൻ വന്നുകൂടായിരുന്നു എന്നൊക്കെ കുറേ ഗേൾസൊക്കെ ചോദിച്ചതൊക്കെ ആയിട്ട് ഞാൻ അറിഞ്ഞു. നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ, എന്ത് ചെയ്യാനാ. വിഷ്ണു ചേച്ചി ഒരു ഹായ് താ. എൻ്റെ പേര് പറഞ്ഞു. ഹായ് വിഷ്ണു. ജിൻ്റപ്പൻ അൻസി അബി ഋഷി സീവിനിട്ടത്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ശരിക്കും നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്, രസമായിരുന്നു. ശരിക്കും എനിക്കവിടെ ഏറ്റവും ഇഷ്ടം ഋഷി, ജിൻ്റപ്പൻ, അഭിഷേക് തന്നെയാണ് കേട്ടോ. സത്യ. സുഖമാണോ മുഹമ്മദ് ഫാരിസ്? സുഖമാണ്. റെജീന റോയ് ഹായ് ചേച്ചി. ഹായ് റെജീന. എൻ്റെയും വായിക്കില്ല കുട്ടി ചാക്കോച്ചി. വായിക്കുന്നുണ്ട് കുട്ടി ചാക്കോച്ചി. പ്ലീസ് ഫോളോ മീ. നിർമ്മൽ സോജി നോക്കാട്ടോ. മിസ് യു സോ മച്ച് അൻസിബ. ഒരുപാട് ഇഷ്ടം. നല്ല സങ്കടമായി, കാണാൻ തോന്നിയില്ല ആ എപ്പിസോഡ്. എന്ത് ചെയ്യാൻ, ഔട്ടാവുക അതങ്ങനെയാണ്. അതിൽ നിന്ന് ഓരോരുത്തർ ഔട്ടാവുകയാണല്ലോ. അങ്ങനെയല്ല ലാസ്റ്റ് ഒരു വിന്നർ ഉണ്ടാവുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ.
ചേച്ചി വാട്ട്സ് യുവർ പ്രഡിക്ഷൻ ഫോർ ടോപ്പ് 5 ലിസ്റ്റ്? ടോപ്പ് 5 എനിക്കറിയില്ല. ടോപ്പ് 3 ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഋഷി, ജിൻറ്റപ്പൻ, അഭിഷേകാണ്. മുടിയൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിസ് ചെയ്യാതെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഗാർഡനിൽ പോയിരുന്ന് സംസാരിക്കണത്. പക്ഷെ എനിക്കെന്താ പറയുക വിഷമം, ഞങ്ങൾ അതിനകത്ത് ബിഗ് ബോസിനകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല സംസാരിച്ചത്, ഞങ്ങൾ അതിനെക്കാട്ടി കൂടുതൽ സംസാരിച്ചത് അതിന് പുറത്തുള്ള കാര്യങ്ങളായിരുന്നു. കുറേ സിനിമകളെ പറ്റി, റൊമാൻസ്, ബ്രദർഹുഡ്, സിസ്റ്റർഹുഡ്, ഫാമിലി, ട്രാവൽ ചെയ്യുന്നതിനെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് വന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്ത് ചെയ്യാനും. എനിക്കൊരു ഹായ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചിയാണ് സുബിൻ. താങ്ക് യു സുബിൻ. ഹായ് സുബിൻ, പ്ലീസ് ഫോളോ മീ. ആരാണ്? ഇല്യാസ്. ഋഷിയെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ അല്ലാതെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ് ട്രിപ്പ് പോകണം കേട്ടോ. അബി, ജിൻറ്റപ്പൻ, ഋഷി, അൻസിബ. അത് ഉറപ്പാണ് ഞങ്ങൾ 4 പേരും. ആദ്യം ഞങ്ങൾ പറഞ്ഞപ്പോണ്ടല്ലോ, ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ആക്ച്വലി അബി പറഞ്ഞു അബിൻ്റെ ട്രാവലർ എടുക്കാന്നിട്ട് ഞങ്ങൾക്ക് കുറേ പേര് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ദിവസം പോകുന്തോറും ആള് കുറഞ്ഞ് അവസാനം 4 പേരായി. ഞാൻ, അബി, ജിൻറ്റപ്പൻ, ഋഷി 4 പേരായി. ഇപ്പോൾ കാറിൽ പോകേണ്ട ആൾക്കാരായി. ഇപ്പം ഞങ്ങൾ എന്നിട്ട് തമാശക്കറിയാം അവസാനം ബൈക്കിൽ പോകേണ്ട അവസ്ഥയിലെത്തരുത്, 2 പേരായി മാറരുതെന്ന്. എന്തായാലും ഐ ഹോപ്പ് ഞങ്ങൾ 4 പേരും കൂടെ ആ ഒരു ട്രിപ്പ് പോകും എന്നാണ് വിചാരിക്കുന്നത്. പോകാൻ പറ്റട്ടെ. പിന്നെ മാർഗരറ്റ്, ഹലോ മാർഗരറ്റ്. അൻവർ, എടി കുരിപ്പേ. റിത്തമിക് സോൾ, ചേച്ചിയുടെ ഫാനാണ്. താങ്ക് യു റിത്തമിക് സോൾ. ഋഷി കരയണ കണ്ടപ്പോൾ എന്തോ പോലെ. റെജിന, സത്യമായിട്ടും എനിക്കും സഹിക്കാൻ പറ്റിയില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവൻ പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളാണ്. അവൻ ഭയങ്കര പാവമാണ് ഋഷി. ഷിപ്പി, ഡ്രൈവർ ആവശ്യമുണ്ടോ ട്രിപ്പിന്? ഇല്ല, അബിയുടെ ട്രാവലറിൽ വിത്ത് ഡ്രൈവറാണുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 പേരും അങ്ങനെയാണ് ഇപ്പോൾ പ്ലാനിങ്. ആ ട്രാവലറിൽ പോകണോ കാറിൽ പോകണോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ആലോചന. ബിഗ് ബോസ് ഇന്നലെ വളരെ വിഷമമായി. എന്ത് ചെയ്യാനാ, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഹായ് അൻസിത്ത, ഇസാക്ക്, ഋഷി, അൻസിബ ബ്രദർ സിസ്റ്റർ കോംബോ അടിപൊളിയാണ്. താങ്ക് യു, ഒരുപാട് സന്തോഷം. എനിക്ക് ഏറ്റവും അവിടെ നിന്ന് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേബി ഹൗസിലെ ഏറ്റവും മികച്ച ഒരു സൗഹൃദ ബന്ധമായിരുന്നു, അല്ലെങ്കിൽ സൗഹൃദ ബന്ധമാണ് എൻ്റെയും ഋഷിയുടേതെന്ന് ലാലേട്ടൻ ഞാൻ എവിക്റ്റാവുന്ന എപ്പിസോഡിൽ എല്ലാ ഹൗസ്മേറ്റ്സിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങളെ നിർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. കാരണം അതിൻ്റെ ഫീല് നിങ്ങൾക്കറിയാലോ, ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫീൽ എന്താണെന്ന്. പിന്നെ അതിലുപരി ഹീസ് മൈ ബ്രദർ. ഒരുപാട് സന്തോഷമായി. എൻ്റെ ഏറ്റവും ചെറിയ അനിയനാണ്, പുറത്തുപോയി. പിന്നെ വീഡിയോൻ്റെ മുന്നിൽ വരികയില്ല. അനന്തു, ഹായ് പറയാമോ അൻസിബ? ഹായ് അനന്തു. അനസ്, നോറനോട് ദേഷ്യമുണ്ട്? ദേഷ്യമൊന്നുമില്ല. അതിനകത്തുനിന്ന് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ അതിനകത്തുനിന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞു. ഞാൻ പുറത്ത് വന്നില്ലേ, ഇപ്പം എൻ്റെ വീട്ടിലല്ലേ, എനിക്കെന്തിനാ ദേഷ്യം. അനു ആൻ്റണി, ഹായ് പറയൂ അൻസു പ്ലീസ്. ഹായ്. അസ്ലം, സിയാദ് നിങ്ങളെ ആപ്പാപ്പ. സിയാദ് അങ്കിൾ എൻ്റെ സിയാദ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്കിളുണ്ട്, എൻ്റെ ഉമ്മാൻ്റെ അനിയൻ, എൻ്റെ അമ്മോൻ. മായ സെലി, ഹായ് അൻസിബ, ലവ് യു സോ മച്ച്. ഉമ്മാൻ്റെ ആഗ്രഹം പോലെ പെട്ടെന്നൊരു കല്യാണം ആവട്ടെ ഇൻഷാല്ലാ. ഗ്ലോയിങ് സ്റ്റാർ. ഉമ്മാക്ക് എന്നെ പെട്ടെന്ന് കെട്ടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് കെട്ടാൻ അത്ര ആഗ്രഹമില്ല. അതാണ് ഒരു ചെറിയ കുഞ്ഞി പോകും. ഒരു ഹായ് പറയുമോ ചേച്ചി? ആൽവി, ഹായ് ആൽവി. എന്തോ ഇഷ്ടമാണ് ഈ കുട്ടിയെ. മിന്നു സ്പീക്സ്, താങ്ക് യു സോ മച്ച്. അൻസിബ ആൻഡ് ഋഷി, ലിയ,
താങ്ക് യു. കുറേ ആവശ്യം ഇട്ടിട്ടില്ല. അൻസു എൻ്റെ മോൾ ദേവു ഒരു ഹായ് പറയാം. ഹായ് ദേവൂട്ടി, പ്രിൻസിൻ്റെ മോള് ദേവൂട്ടി. ഹായ് ഹായ് ഹായ്. ഷാമിൽ നിർത്തി പൊക്കോളൂ, ഹായ് കിട്ടൂല. ഞാൻ ഹായ് പറയുന്നുണ്ട് ഷാമിൽ, കാണുന്നതൊക്കെ പ്ലീസ് പോലെ. ഖദീജ അൽത്താഫ് ഹായ്. ഷബാന ഫാത്തി ഹായ്. ഹായ് ഷബാന. ഒരു ദിവസം തന്നെ ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ട് സെമി. താങ്ക് യു സെമി, ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ ശരിക്കും എപ്പോഴും ആലോചിക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുടെ സ്നേഹം നിങ്ങൾക്ക് ആർക്കും എന്നെ ഡയറക്റ്റ് അറിയ പോലുമില്ല. ഇപ്പോൾ ഒരു സ്ക്രീനിലൂടെ കാണുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു. എനിക്കറിയാം ആ ആപ്പിൽ കയറി വോട്ട് ചെയ്യാനൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. അത് ആ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അതിനൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് നന്ദിയുണ്ട്. ടോം റോയ് ഹലോ അയച്ചിട്ടുണ്ട്. ഹായ് ടോം. നോബൽ അഗസ്റ്റിൻ നോബൽ. എൻ്റെ കമൻറ്റ്സ് എന്താ വായിക്കാത്ത? വായിച്ച്. എം ജി അജിത. എം ജെ മഞ്ജുഷ ഹായ്. അൻസിത ഹായ്. മഞ്ജുഷ. അപർണ ബിഗ് ഫാൻ. താങ്ക് യു അപർണ, താങ്ക് യു സോ മച്ച്. തിരക്കല്ലേ? ഓക്കെ ബൈ. ഒരുപാട് ഇഷ്ടം. മൈൻഡ് ഹാക്കർ. തിരക്കൊന്നുമില്ല. ഇറ്റ് ഈസ് മീ അൻസിബ. എൻ്റെ മോൻ എനിക്ക് കംപ്ലീറ്റ് വായിക്കാൻ പറ്റില്ല, എല്ലാം പെട്ടെന്ന് പോണു. ഋഷിയുടെ അമ്മ വിളിച്ചു. ഋഷിയുടെ അമ്മ വിളിച്ചു, സംസാരിച്ചു. ഉമ്മയായിട്ടാണ് സംസാരിച്ചത്. ഞാൻ രാവിലെ വരെ ഇരുന്ന് വീട്ടിൽ സംസാരിക്കാണ്ട് ഞാൻ രാവിലെ ഉറങ്ങിയത്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചത് ഉമ്മയായിട്ട്. ഇനി ഒന്ന് വേണം എനിക്ക് സംസാരിക്കാൻ. സിനിമയിലെ പെർഫോമൻസുകൾ ആരാധന ബി കണ്ടപ്പോൾ തോന്നി. താങ്ക് യു. അഭിജിത്ത് കൃഷ്ണ. ഋഷിയുടെ ഫാമിലിയെ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, പോയി കാണണം. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി എത്തിയത്, ഉറങ്ങിയില്ല വീട്ടിൽ. ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് രാവിലെ 6 മണിക്ക് എങ്ങാണ്ട ഇച്ചിരി ഒന്ന് ഉറങ്ങി. എന്നിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവിൽ. ആ ഒരു വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നൈറ്റിയിൽ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. പിന്നെ ഭയങ്കര ടയർഡ്നെസ് ആയിരുന്നു. ഇപ്പോഴാണൊന്ന് വീണ്ടും എഴുന്നേറ്റൊന്ന് കുളിച്ച് എന്താ മുടി പോലും ഉണങ്ങിയിട്ടില്ല വന്നിരിക്കുന്നത്. മേക്കപ്പൊക്കെ ഇട്ടുണ്ട് കേട്ടോ, മുടി ഉണങ്ങിയിട്ടില്ലെങ്കിലും. ചിരി അൻസുവിൻ്റെ ചിരി സൂപ്പറാണ് കേട്ടോ. ഹസീന താങ്ക് യു. എൻ്റെ കമൻ്റ് ഒന്നും പോസിറ്റീവല്ല, പോസിറ്റീവ് വൈബ്സ് ഉണ്ട്. പോസിറ്റീവ് വൈബ്സ് ഉണ്ട്. രാകേഷ് നമ്പി ഹായ് രാകേഷ്, ഹൗ യു? സുഖമാണോ? ഹൗസ് ദുബായ് ലൈഫ്? മോൾക്ക് എങ്ങനെയുണ്ട്? സുഖമാണോ? മോളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. ദുബായിൽ വരുമ്പം കാണണം മോളെ. മോൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഗിരിജ അൻസിബ മോളു ഹായ്, എനിക്ക് നല്ല ഇഷ്ടം. താങ്ക് യു ഗിരിജ ചേച്ചി. ഞാൻ പോവാ. നൗഷാദ് പോവല്ലേ? നൗഷാദ് ഹായ് മോളെ. തന്മയ് വിസ്മയ. മോർണിംഗ് ഡാൻസ് മിസ് ചെയ്യുന്നു ദിവ്യ. ഇനിയിപ്പം കുറേ കമൻറ്റ് ചെയ്യാൻ കണ്ടു ഇനി വീട്ടിലിരുന്ന് ഡാൻസ് കളിക്കാമെന്നൊക്കെ. ആക്ച്വലി വീട്ടിലിരുന്ന് ഞാൻ മോർണിംഗ് ഡാൻസ് കളിക്കൂല. അത് നല്ലതായിരുന്നു ബിഗ് ബോസിൽ ആ ഒരു സ്ഥാനം, രാവിലെ ഡാൻസ് ചെയ്യുന്നത്. അപ്പം ഞാൻ രാവിലെ ആദ്യം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് പോയി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അതൊരു എനർജി ആയിരുന്നു കേട്ടോ. ഋഷി കപ്പടിക്കും. റെജീന താങ്ക് യു. റെജീന താങ്ക് യു സോ മച്ച്. ഹായ് പറയുന്നില്ലല്ലോ. ഞാൻ പോവല്ലേ? റൂപ് ജാൻസ് പോവല്ലേ? ഞാൻ വോട്ട് ചെയ്ത സുലേഖ. ഹായ് സുലേഖ. ഹായ്. എപ്പോഴാണ് തിരിച്ച് ദുബായിലേക്ക്? രാമകൃഷ്ണൻ. ഞാൻ പെട്ടെന്ന് തന്നെ ദുബായിക്ക് വരും. പ്ലാൻ ചെയ്തിട്ടില്ല. വീട്ടിലെത്തിയല്ലേ ഉള്ളൂ. സുഖമാണോ? സന്തോഷം ചോദിച്ചിട്ടുണ്ട് സുഖമാണോ എന്ന്. സന്തോഷിന് സുഖമാണോ? അസ്ലം എന്നെ അറിയോ? അനുമോൾ ടാറ്റ താത്ത. ഹായ് അൻസിബ. ഗെയിം കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു. ഇപ്പോൾ വീട്ടിലെത്തി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ചെയ്തത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റണത് ഞാൻ ചെയ്തത്. ഇതിൻ്റെ മേലെ എനിക്കറിയില്ല. ഇതിൻ്റെ മേലെ എനിക്ക് അറിഞ്ഞുകൂടാ. സത്യമായിട്ടും ഞാൻ പറയണം. ഞാൻ ഇതിൻ്റെ മേലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനകത്ത് സത്യമായിട്ടും ഞാൻ ടാസ്കൊക്കെ
വരുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ചെയ്യണം. എന്നെക്കൊണ്ട് അതേ പറ്റുള്ളൂ. ഞാൻ അതാണ് ലാസ്റ്റ് വരുന്ന സമയത്തും പറഞ്ഞത്. ഒരുപാട് ഓവർ എക്സ്പെക്റ്റ് ചെയ്യല്ലേ പ്ലീസ്. ഫുഡ് കഴിച്ചോ, ടേക്ക് കെയർ. ലണ്ടൻ സുഖാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, അതന്നെ, അത്ര തന്നെ. സമീർ ഷഹീർ, അതെ അത്ര തന്നെ. ഞാൻ പോവാ, ബൈ. റാഷിദ്, പോവല്ല റാഷിദ്. എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നത്, എൻ്റെ വായിച്ചില്ല. സഞ്ജു ഞാൻ വായിച്ചു കേട്ടോ. സഞ്ജു ഗ്രാൻഡ് ഫിനാലേക്ക് വരൂലേ? വരുന്നേ. സജിന്ത്, ഹായ് സജിന്ത്, സുഖാണോ? കളരിപ്പയറ്റൊക്കെ എങ്ങനെ പോണു സജിന്ത്? സുഖാണോ? ദുബായ് ലൈഫ് എങ്ങനെയുണ്ട്? നാട്ടിലെപ്പോഴാണ് വരുന്നത്? മിസ് യു കേട്ടോ. കാണാൻ കൊതിയുണ്ട് നിങ്ങളെയൊക്കെ. ദുബായിൽ വരുമ്പോൾ കാണും. സെമി, ജനമനസ്സിൽ ഇടം നേടിയ വ്യക്തി. താങ്ക് യു കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. സജിന്ത്, വെൽക്കം ബാക്ക്. താങ്ക് യു സജിന്ത്, ഒരുപാട് സന്തോഷം. സജിന്ത് ആർജയാണ് കേട്ടോ. സജിന്ത് അടിപൊളി ഒരു കളരിപ്പയറ്റൊക്കെ ചെയ്യുന്ന ആളാണ്. നല്ല ആർജയാണ്, കുട്ടിയാണ്, യങ്ങസ്റ്റ് ആർജയാണ്. 20 വയസ്സുള്ള 19-20 വയസ്സൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ദുബായിലൊരു യങ്ങസ്റ്റ് ആർജയാണ്. ഷിജിത്ത്, സുഖാണോ? യെസ് സുഖാണ്. ഒരു ഹായ് തരുമോ? കോൾ മീ അല്ലൂസ്. ഹായ്. എല്ലാം വായിക്കുന്നുണ്ട്. റോക്കിയെ വിളിച്ചോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ഇല്ല. ഞാൻ റോക്കിയെ വിളിച്ചിട്ടില്ല. ഞാൻ സ്പീഡിൽ പോകണോണ്ട് വായിക്കാത്ത, പ്ലീസ് അങ്ങനെ ചിന്തിക്കല്ലേ. ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. എല്ലാവരെയും വിളിക്കണം എനിക്ക്. ഞാൻ ആദ്യം ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. റസ്മിൻ അപ്സര വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. എന്നെ നിഷാന വിളിച്ചിട്ടുണ്ടായിരുന്നു. നിഷാന സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മിണ്ടൂല. എത്ര കമൻറ്റ് ഇട്ടു. അയ്യോ, അങ്ങനെ പറയില്ലേ. ഗോയിങ് ഗുഡ്, സീ യു സൂൺ. യെസ് സച്ചിൻ, സീ യു സൂൺ. ഹായ് അൻസിബ, വിഷമം ആയടോ? സാരില്ല, പോട്ടേന്നു. എന്നാലും ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റി. നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയല്ലോ അവിടെ. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് തന്നൊരു സപ്പോർട്ട്. മാരീഡാണോ അൻസിത്ത? നജ, അല്ലാന്നേ, ചുമ്മാ ഇല്ലാത്ത പറയില്ലേ. കല്യാണം കഴിച്ചിട്ടില്ല. അൻസി, നീ ഔട്ടായപ്പോൾ ഞാൻ കരഞ്ഞു. ബിഗ് ഫാൻ ഓഫ് പോപ്പി ഫാൻസ് നിൻ്റെ. പോപ്പി, ഹായ് പോപ്പി. താങ്ക് യു പോപ്പി. ഫാനാന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ ലിയ, അൻസിബ ഞങ്ങൾക്കൊരു ഹായ് തരൂ. ഹായ്. ഹീര, ഞാൻ പോവാ. കുറേ ഹായ്. പോവല്ലേ ഹീര? ഹായ്. ലുക്കിംഗ് ഗ്രേറ്റ്. ഏഞ്ചലിക്, ഹായ്. താങ്ക് യു. അങ്ങനെയൊക്കെ പറഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ. ദൃശ്യം 3 ഉണ്ട് എന്നാണ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും പ്രതീക്ഷിക്കുന്നു ദൃശ്യം 3 വരുന്നു. ഔട്ടായപ്പോൾ ഒത്തിരി കരഞ്ഞു. അനന്ത്, താങ്ക് യു. എന്നോട് ഇത്രയും സ്നേഹമൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡുണ്ട് നിങ്ങളുടെ അടുത്ത്. ശരിക്കും അതാണ് ഞാൻ പറയേണ്ടത്. അതൊരു വലിയ ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് എപ്പോഴും ഉണ്ടാവും കേട്ടോ, എപ്പോഴും ഉണ്ടാവും. ഹായ് പറയാമോ അൻസിബ ചേച്ചി? ആര്യലക്ഷ്മി, ഹായ് ആര്യലക്ഷ്മി. എന്നെ ഫോളോ ചെയ്യുമോ? ഇറ്റ്സ് നിവേദ്യ. നോക്കാട്ടോ, കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ എത്ര പേരെ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഐ ട്രൈ. ഹായ് അനത്തിക്കുട്ടി ഇൻഫിനിറ്റ്. ഹായ് ഇൻഫിനിറ്റ് ഡ്രീമർ. അൻസി, ഉമ്മ എവിടെ? ഉമ്മ ആ മുറിയിലുണ്ട്. കൂടെയുള്ള എല്ലാവരുടെയും നമ്പർ വാങ്ങി. ഇല്ല, ഞാൻ ആരുടെയും നമ്പറൊന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ രാത്രി എത്തിയത്. എയർപോർട്ടിൽ കയറുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ ഫോണൊക്കെ കിട്ടിയത്. അപ്പോൾ ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്ലൈറ്റ് കയറി കൊച്ചി എയർപോർട്ടിലെത്തി. ഉമ്മാനെ വിളിച്ചു. അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കയറുന്നതിന് മുന്നേ അവർ വന്നു. അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്ന് വീട്ടിൽ ഇങ്ങനെ വിശേഷം പറയുമായിരുന്നു. വീഡിയോസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുന്നു, കമൻറ്റ്സ് വായിക്കുന്നുണ്ട്. കുറേ പോസിറ്റീവ് കമൻറ്റ്സ്, പിന്നെ ചില നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട് ഞാൻ. പിന്നെ പോസിറ്റീവ് ആയിട്ട് ജെന്യൂനായിട്ടുള്ള ആ കമൻറ്റ്സിനോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. എനിക്ക് വന്ന എല്ലാ പോസിറ്റീവ് കമൻറ്റ്സും ആ ജെന്യൂനായിട്ടുള്ള കമൻറ്റ്സിനോട് ആത്മാർത്ഥമായിട്ട് എനിക്ക് നന്ദിയുണ്ട്. ഒരുപാട് നന്ദി. നെഗറ്റീവ്സ് കാണുന്നുണ്ട്, വിഷമം തോന്നും. ഇല്ലാത്തത് പറയുന്നത് കാണുമ്പോൾ ഉറപ്പായിട്ടും വിഷമം തോന്നും. എനിക്ക് ആ ഒരു വിഷമമുണ്ട്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും വിഷമം ഉണ്ടാവും. ദേഷ്യമല്ല തോന്നുന്നത്, വിഷമമാണ് തോന്നുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ
പറയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. ഞാൻ പക്ഷേ പോട്ടെ. ആര് കപ്പടിക്കുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ? ഞാൻ പറഞ്ഞു എനിക്ക് ഋഷി കപ്പടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. DJDKDL ഇഗ്നോർ നെഗറ്റീവ് കമൻറ്റ്സ്. ഇഗ്നോർ ചെയ്യാണ് കേട്ടോ, ഞാൻ ശരിക്കും ഇഗ്നോർ ചെയ്യുന്നുണ്ട്. മിമിക്രിയൊക്കെ അറിയാമല്ലോ, ഇടയ്ക്ക് വേറെ സൗണ്ട് അറിയാം. ലേഡി സൂപ്പർ സ്റ്റാർ BB6 ഷനോജ്. എൻ്റെ അമ്മോ അങ്ങനൊന്നും പറയരുത്. ഋഷി കപ്പടിക്കും എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. സന്തോഷം, ഒരുപാട് സന്തോഷം. അങ്ങനെ ആവട്ടെ, പൊന്നാവട്ടെ പറഞ്ഞത്. മുടിയനെ നേരത്തെ അറിയാവോ? റിയ നൗഷാദ്. അറിയാമെന്ന് വെച്ചാൽ അവൻ്റെ പ്രോഗ്രാംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉപ്പുമുളകൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കറിയില്ല. പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ ഓർമ്മയിലുള്ളത്, ഞാൻ കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നു ഒരു പ്രോഗ്രാം ഞാൻ ഹോസ്റ്റ് ചെയ്തപ്പം ഉപ്പുമുളകിൽ ഫുൾ ടീം വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. അന്ന് ഋഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു ഒരു സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ എന്തോ ബീറ്റ് ബോക്സ് വേണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അല്ലാതെ പേഴ്സണൽ ടോക്ക് ഒന്നുമില്ല, സ്റ്റേജിൽ നിന്നാണ് ജസ്റ്റ് സംസാരം. പിന്നെ ഞാൻ ബിഗ് ബോസിൽ വെച്ചിട്ടാണ് ശരിക്കും കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. ആരോമൽ മീഡിയാസ് കണ്ടപ്പോൾ എന്ന് തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. എപ്പോഴും ഒരു ആക്ടർ ആഗ്രഹിക്കുക, നമ്മൾ വരുമ്പോൾ നമ്മളെ മീഡിയാസ് വരുന്നതും മീഡിയാസ് നമ്മളോട് സംസാരിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ അല്ലേ. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ എനിക്ക് ദൃശ്യം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പടങ്ങൾ ചെയ്തിട്ടില്ല, കുറച്ച് പടങ്ങളല്ലേ ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ദൃശ്യത്തിൻ്റെ അത്രയും വലിയ പടം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ ദൃശ്യം 2 ചെയ്തു. പിന്നെ CBI 5 കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറുക്കനാണ് ലാസ്റ്റ് ചെയ്ത പടം. അത് കഴിഞ്ഞിട്ട് ഒന്നും ഇറങ്ങാനൊരു പടമുണ്ട്, പോലീസ് ഡേ എന്നും പറഞ്ഞിട്ട്. വേറെ പടമില്ല. അപ്പോൾ എനിക്കങ്ങനെ ദൃശ്യത്തിൻ്റെ അത്രയും മൈലേജുള്ളൊരു പടം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ബഹളവും ഒരു ആൾക്കൂട്ടവും ഒന്നും എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അത് ഇപ്പം ബിഗ് ബോസിന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും. You are liked by majority audience. Ozer Garden. Thank you, Ozer. No worry about negative comments. ഷഹദാണ് പറഞ്ഞത്. താങ്ക് യു. എനിക്ക് ഇതുപോലെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള പോസിറ്റീവ് കമൻസ് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി ബേബി കാണുന്നില്ലെന്ന് ഇങ്ങനെ ഞാൻ ഇന്ന് കാണുന്നില്ല. സത്യമായിട്ട് ഞാൻ കാണുന്നില്ല. നാളെ കാണുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ കാണലുണ്ടാവില്ല. സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ്. ചിലപ്പോൾ കാണലുണ്ടാവില്ല, ചിലപ്പോൾ തോന്നി കാണും. അൻസിബ, ഞാൻ കുറേ ആയി കമൻ്റ് ഇടുന്നു, ഒരു മൈൻഡും ചെയ്യുന്നില്ലല്ലോ. ഷാഹിന ഷാനു കക്കു. ഹായ് ഷാഹിന. ഹായ്. എന്നെ ഒന്ന് വായിക്കുമോ പ്ലീസ്? ഗിഫ്റ്റി. ഹായ് ഗിഫ്റ്റി. കുറേ പറഞ്ഞു, ഒന്ന് ഫോളോ ആക്കൂ പ്ലീസ്. ബിഗ് ഫാൻ. അമൽ. ഞാൻ നോക്കാട്ടെ. ഞാൻ പറഞ്ഞില്ലേ കുറേ പേര് ചോദിക്കുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും ഞാൻ ഫോളോ ചെയ്യാതിരിക്കില്ല. ദൃശ്യം 2 ഇപ്പോൾ ബിഗ് ബോസ്. ലാലേട്ടൻ ഈസ് യുവർ ലക്കി ഫാക്ടർ. സത്യമാണ് കേട്ടോ, ശരിയാണ്. ഞാനിപ്പോഴാണ് ആലോചിച്ചത്. കറക്റ്റാണ്, ശരിയാ. ദൃശ്യം 1 എനിക്ക് ഭയങ്കര മൈലേജ് തന്നു. ദൃശ്യം 2 എനിക്ക് ഭയങ്കര മൈലേജ് തന്നു. ഇപ്പോൾ ബിഗ് ബോസിൽ പോയി എനിക്ക് ഇത്രയും ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ടു. സത്യമാണ്, ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. കറക്റ്റാണ്, അടിപൊളി. സത്യം, ശരിക്കും ലാലേട്ടൻ എൻ്റെ ഭാഗ്യം തന്നെയാണ് കേട്ടോ. 3 പ്രാവശ്യം അല്ലേ? താങ്ക് യു ലാലേട്ട. അതൊരു ഭാഗ്യം കേട്ടോ. തലവര ഭാഗ്യം. ടച്ച് വുഡ് അല്ലേ? ഞാനിതാ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇത് ലൈവ് വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേർക്കാൻ തുടങ്ങിയിട്ട് ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ശബ്ദം കാരണം ഞാൻ സംസാരിക്കണ കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ട്. ഞാൻ എന്നാൽ പോട്ടെ, പിന്നെ വരട്ടെ ലൈവിൽ. ഐ ആം ശ്രുതി ജയൻ ജോയ്ഡ്. ഹായ് ശ്രുതി ജയൻ. ഹായ്, ഹവ് യു ശ്രുതി? ഷഹാന ഹായ് പറയുമോ? ഹായ് ഷഹാന. അൻസിബ ഹാപ്പിയാണ്. ഇനി ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? എല്ലാവരും ഋഷിക്ക് വോട്ട് ചെയ്യണം പ്ലീസ്. ദൃശ്യം 3 വെയിറ്റിംഗ്. താങ്ക് യു. വൈഷ്ണവാണ്. ക്വീൻ ലൈഫ് പോവണ്ടെന്ന് പറയണത്. ഞാൻ പിന്നെ ഒരു ദിവസം വരട്ടെ പ്ലീസ്. അഭിജിത് കൃഷ്ണ, അവിടെ എങ്ങനെ മഴ ഉണ്ടോ? ഫ്ലാറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ബാൽക്കണിയൊക്കെ അടച്ചിട്ടിരിക്കുക, കാണുന്നുണ്ടോ? ക്ലോസ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇപ്പം മഴയില്ലാന്ന് തോന്നുന്നു. BB ഫൈനലിൽ പോകുന്നുണ്ട്. ഉറപ്പായിട്ടും പോകും. നമ്മൾ ചെയ്ത ഷോ അല്ലേ, അപ്പോൾ അതിന് ഫിനാലെ കാണട്ടെ. ആരാ കപ്പടിക്കുന്നത് കാണണം. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും പോകണം.
ഹായ് പറയാമോ? കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. പ്ലീസ് ചേച്ചി ഒരു ഹായ് തരുമോ പ്ലീസ്? ലെജൻഡറി ഫിനിക്സ്. ഹായ് ലെജൻഡറി ഫിനിക്സ്. ഒരു ഹായ് പറയുമോ നജിയെ? ഒരു ഹായ് പറഞ്ഞു. ഹായ്. മുസാഫിർ, ഋഷിക്ക് എല്ലാവരും വോട്ട് ചെയ്യാം കേട്ടോ. ശ്രീകാന്ത്, അൻസിവ ചേച്ചി ബിഗ് ഫാൻ. ഒരു ഹായ് പ്ലീസ്. ഹായ്. ചേച്ചി ഇൻസ്റ്റാ ഇൻബോക്സ് നോക്കാട്ടോ. ഹൂ യു തിങ്ക് വിൽ വിൻ? അബി അഞ്ജു. എനിക്ക് അറിയൂല ആരാന്ന്. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഋഷി വിന്നറാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സന്തോഷ് സ്റ്റാർട്ടഡ് ഫോളോയിങ്. താങ്ക് യു സന്തോഷ്. സുഖമാണോ? അയന വൈശാഖ. ഹായ് അയന, സുഖമായിട്ടിരിക്കണോ അയന? എങ്ങനെ ബേബി? ഡെലിവറി ഒക്കെ കഴിഞ്ഞോ? ബേബി എന്താണ്? കാണാൻ കൊതിയായി. ഫോട്ടോസൊക്കെ അയച്ചു തരണം കേട്ടോ. പിന്നെ അൻസിബ റിയൽ പേഴ്സൺ. നിതിൻ, താങ്ക് യു നിതിൻ, താങ്ക് യു സോ മച്ച്. യു വർ മൈ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. ഫെറോ ദിസ് സൈഡ്. താങ്ക് യു. ചേച്ചി എന്നെ മൈൻഡ് ചെയ്യുമ്പോൾ. മുഹമ്മദ് ഇർഫാൻ. ഹായ് മുഹമ്മദ് ഇർഫാൻ. ഖാദർ ഖാൻ എന്തോ കമൻറ്റ് അയച്ചു, വായിക്കാൻ പറ്റിയില്ല. മുഹമ്മദ് സാജിദ് മെസ്സേജ് വായിക്കുന്നില്ല. വായിച്ചു. പ്ലീസ് ചേച്ചി ഒരു ഹായ്. അർച്ചന, ലവ് യു ചേച്ചി. ക്വീൻ ലൈഫ്. ജിഷ രതീഷ്, സ്ട്രോങ് ലേഡി. താങ്ക് യു സോ മച്ച് ജിഷ. ഒരു ഹായ് തരാമോ? മഞ്ജുഷ. ഹായ് മഞ്ജുഷ. ഫർസാന സലീം ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫർസാന. ദീപു ഹായ്. ഒന്ന് ഇൻബോക്സ് നോക്കണേ. ജിയ ഉറപ്പായിട്ടും നോക്കാട്ടോ. ഞാൻ പോട്ടെ. ഞാൻ 9 മണി ഇച്ചിരി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. 9 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലേറ്റായി പോയി. ഒരു കോൾ വന്നായിരുന്നു. അപ്പോൾ അതിൽ സംസാരിച്ച് ആ കോൾ കട്ട് ചെയ്തിട്ട് വന്നതുകൊണ്ടാട്ടോ ലേറ്റായി പോയത്. അമല മേരി, നെഗറ്റീവും ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും, നെഗറ്റീവ് വന്നാലും. പക്ഷെ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ നെഗറ്റീവ് ആക്സെപ്റ്റ് ചെയ്യില്ല. അൻസി ഇടയ്ക്ക് ലൈവിൽ വരണം. ഉറപ്പായിട്ടും വരാം കേട്ടോ. അൻസിബ താത്ത ഒരു ഹായ് തരുമോ പ്ലീസ്? ഇറ്റ്സ് മീ അജ്ഫർ. ഹായ് അജ്ഫർ. ഹായ് ചേച്ചി, എൻ്റെ നെയിം ഒന്ന് പറയാമോ? അയ്യോ അത് പോയി. സോറി, വായിക്കാൻ പറ്റില്ല. അബി, ഋഷി, അൻസി, നിങ്ങളെ 3 പേരെ ഇഷ്ടമായിരുന്നു. താങ്ക് യു കേട്ടോ. ഷെറീന, ഷഫീഖ്. പോവണ്ട ചേച്ചി. ജിഷ രതീഷ്. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. നല്ല ടയർഡാണ് ശരിക്കും, വയ്യാണ്ടായി. ഞാൻ നല്ല മുടി പോലും ഉണക്കാതെയാണ് വന്നിരുന്നത്. പക്ഷേ കണ്ണെഴുതാനും ലിപ്സ്റ്റിക് ഇടാനും പൗഡർ ഇടാനും മറന്നിട്ടില്ല. എന്നാലും പോട്ടെ. ഗുഡ് നൈറ്റ്. ഇനി വേറൊരു ദിവസം വരാം കേട്ടോ. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ബിഗ് ഫാൻ. വെൽ പ്ലേഡ് ഇത്ത. താങ്ക് യു ഐഷ. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു ദിവസം വരാം. അമ്മ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ ഹൃദയത്തിലേറ്റിയതിന്, എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്നതിന്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് അന്തസ്സോടെ തല ഉയർത്തി വരാൻ പറ്റിയത് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട് കാരണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിൽ വരുന്നൊരു സമയത്തുണ്ട് ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും പകുതിയിൽ നിന്നായിരിക്കും വരുന്നത്, പല കാര്യങ്ങളും വേറെ രീതിയിലായിരിക്കും വരുന്നത്. വിചാരിക്കാത്ത രീതിയിൽ ചിലപ്പം അത് ഇൻറ്റർപ്രിറ്റ് ചെയ്തിരിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അങ്ങനെയൊക്കെ ഞാൻ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ക്ലിപ്സൊക്കെ കണ്ടത് എൻ്റെ. അപ്പോൾ എന്നിട്ടും എന്നെ നിങ്ങൾ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് എനിക്ക് അന്തസ്സോടെ തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരുമാണ് കാരണം. ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്ര നന്ദിയുണ്ട്. ലവ് യു സോ മച്ച്. താങ്ക് യു. ഞാനിതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്കറിയാം. ലവ് യു. ഒരുപാട്. പിന്നെ ടാറ്റ. KJ ജെറി, ഞാനിപ്പോഴേ മെസ്സേജ് അയക്കുന്നത്. ഹായ് ജെറി. ഹായ്. കുറേ പേര് വായിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. സത്യമായിട്ടും നല്ല ടയേർഡായിട്ടിരിക്കുകയാണ് ഞാൻ. റെഡിയായിട്ട് ഉറപ്പായിട്ടും വീണ്ടും ലൈവിൽ വരാം. അപ്പോൾ എല്ലാവരും വരണം. നമുക്ക് ഇനി ഒരുപാട് സംസാരിക്കണ്ട കേട്ടോ. ബൈ. പിന്നെ ഞാൻ ഹോട്ട്സ്റ്റാറിൻ്റെ ലൈവിലും വരുന്നുണ്ട് നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടി. ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.
താങ്ക് യു. ബൈ.